കേരളത്തിൽ ഫലം വരുന്നതിന് മുൻപേ നേതാക്കൾ തുടങ്ങിവെച്ച മുഖ്യമന്ത്രി ചർച്ച AICCക്കും തലവേദനയുണ്ടാക്കുകയാണ്. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്ത ഹൈക്കമാൻഡ് KCയെ മുന്നോട്ട് വെച്ചുള്ള ചർച്ചകളിൽ എന്തു പറയുമെന്നത് നിർണായകമാണ്. ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കെ സുധാകരൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ അഭിപ്രായമുണ്ടായെന്നും അത് ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. കോൺഗ്രസിലെ KC മാർഗദർശിയാണ് എന്നൊരു പോസ്റ്റ് നേതൃത്വം വരാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി പദത്തിലേക്ക് KCയെ പിന്തുണയ്ക്കുക. അത് ഹൈക്കമാൻഡാ തീരുമാനിക്കേണ്ടത്, ഞാനല്ല തീരുമാനിക്കേണ്ടത് കേട്ടോ. പിന്നെ വ്യക്തിപരമായി നമുക്ക് അഭിപ്രായം ഉണ്ടാവും, അത് നിങ്ങളോട് പറയേണ്ടതല്ല, സ്വകാര്യം പറയേണ്ട കാര്യമാണ്. ഫലം വരുന്നതിന് മുമ്പ് ചർച്ച നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഫലം വന്നിട്ട് മാത്രമല്ലേ ചർച്ച നടക്കുന്നതിന് എന്തെങ്കിലും ഗുണമുള്ളൂ. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരനാണ് നമ്മളോടൊപ്പം ഉള്ളത്. നോബിൾ, മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള അഭിപ്രായമുണ്ട്, അത് സ്വകാര്യമാണ്. ഫേസ്ബുക്കിലെ പരകാര്യത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മാധു, എന്താണെങ്കിലും വലിയ വിവാദം ആയതിനു പിന്നാലെ ഇന്നിപ്പോൾ കെ സുധാകരൻ വ്യക്തമാക്കിയത് താനല്ല മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ടതെന്നാണ്. തന്റെ നിലപാട് തനിക്കുണ്ട്, പക്ഷേ അറിയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കേരളത്തിൽ തുടങ്ങിയിരിക്കുന്ന ചർച്ചകൾക്ക് തീയിട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെ സുധാകരന്റെ ഇന്നലത്തെ FB പോസ്റ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കെ സുധാകരൻ സമൂഹ മാധ്യമ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ കൂടുതൽ ആളുകൾ സമാനമായി തന്നെ പരസ്യ പ്രതികരണവുമായി രംഗത്തേക്ക് വന്നാണ് ഇപ്പോൾ ഇത്രയധികം ചർച്ചയ്ക്ക് ചൂടുപിടിക്കാനുള്ള കാരണവുമായുള്ളത്. എന്താണ് ഹൈക്കമാൻഡിന് ഇക്കാര്യങ്ങൾക്ക് വലിയ തലവേദനയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ ഭരണം കിട്ടുമ്പോൾ അവിടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി വലിയ പ്രതിസന്ധി ഹൈക്കമാൻഡ് ഉണ്ടാക്കാറുള്ളതാണ്. ഇതിപ്പോൾ കേരളത്തിലെ കാര്യത്തിൽ അതേപോലെ തന്നെ ആയിരിക്കും എന്ന് ഏറെക്കുറെ ഹൈക്കമാൻഡിന് വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും വേണ്ടിയൊക്കെ ആളുകൾ രംഗത്തേക്ക് വരുന്ന കാഴ്ച. അതേസമയം തന്നെ രമേശ് ചെന്നിത്തല ഇന്ന് രാത്രി ഇപ്പോൾ ദില്ലിക്ക് വരികയും ചെയ്തിട്ടുണ്ട്. മറ്റു ചില ചർച്ചകൾക്ക് വേണ്ടിയാണ് വരുന്നതെങ്കിൽ പോലും സ്വാഭാവികമായും മുഖ്യമന്ത്രി ചർച്ചകൾ സംസ്ഥാനത്ത് ഏറ്റവും അധികം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് രമേശ് ചെന്നിത്തല ദില്ലിയിലേക്ക് എത്തുന്നത് എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകളുടെ ആവശ്യമില്ല. നിലവിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി വേണമെങ്കിൽ സ്വാഭാവികമായും അതിന് ഒരു നടപടിക്രമമുണ്ട്. അത് MLA-മാരുടെ പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ആ നടപടിക്രമം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചർച്ചകൾ വേണ്ട എന്ന നിലപാട് തന്നെയാണ് ഉള്ളത്. പക്ഷേ മുൻപ് പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്ന കർണാടകയാണെങ്കിലും തെലങ്കാനയാണെങ്കിലും അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശൊക്കെ ആണെങ്കിൽ പോലും മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കുമ്പോൾ വലിയ സസ്പെൻസുകൾ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ കർണാടക സാഹചര്യം നോക്കുകയാണെങ്കിൽ DK ശിവകുമാർ ആയിരുന്നു അവിടെ PCC അധ്യക്ഷൻ. അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പിൽ നയിച്ചത്, മുഖ്യമന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്ത സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകേണ്ടി വന്നു. തെലങ്കാനയിലാണെങ്കിൽ രേവന്ത് റെഡ്ഡിയുടെ പേര് ആദ്യഘട്ടത്തിലൊന്നും കോൺഗ്രസിന്റെ ഒരു പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അപ്രതീക്ഷിതമായി രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയാവുന്ന കാഴ്ചയാണ് കണ്ടത്. അതോടൊപ്പം ഹിമാചൽ സാഹചര്യമാണെങ്കിൽ പ്രതിഭാ സിംഗ് ആയിരുന്നു അവിടെ PCC അധ്യക്ഷൻ, അവരായിരുന്നു തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. പക്ഷേ അവിടെ സുഖീന്ദർ സിംഗ് സുഖു എന്ന ഒരു പുതിയ മുഖത്തെ കോൺഗ്രസ് അവതരിപ്പിച്ചു. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ പണ്ട് സച്ചിൻ പൈലറ്റിനുണ്ടായതാണ്. സച്ചിൻ പൈലറ്റാണ് തെരഞ്ഞെടുപ്പിൽ നയിച്ച് മുഖ്യമന്ത്രിയാവുന്ന പ്രതീക്ഷിച്ചു. പക്ഷേ AICC നേരിട്ട് അന്ന് അശോക് ഗെഹ്ലോട്ട് MLA-മാരുടെ പിന്തുണയോടെ വന്നിറങ്ങുന്നതാണ്. ഒരുപക്ഷെ കേരളത്തിൽ വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കി സച്ചിൻ പൈലറ്റ് പുറത്തേക്കാണോ എന്ന വലിയ സംശയമൊക്കെ ഉണ്ടായി. പക്ഷെ നോക്കൂ, മധ്യപ്രദേശിൽ എപ്പോൾ സിന്ധി പുറത്തേക്ക് പോയത് എങ്ങനെയാണ്? അതേപോലെ ഒരു സാഹചര്യത്തിലാണ് ആ രാഷ്ട്രീയ പ്രശ്നങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും ഒക്കെ കേരളത്തിൽ ആവർത്തിക്കുവേ. തീർച്ചയായും അത് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഭയക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാരണം. ഇത്തരത്തിൽ ഒരു പേര് ദേശീയ തലത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായി അത് വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യത. പക്ഷേ അപ്പോഴും ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന MLA-മാരായിരിക്കും ജയിച്ചു വരിക എന്നതാണ്. കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥത്തിൽ കൂടി, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ചർച്ചകൾ ഇത്രയ്ക്ക് മുന്നോട്ട് പോയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകിയത് എന്തായാലും വലിയ ചർച്ചകൾക്ക് കാരണമാവുകയാണ് ഇത്തരം വിവാദങ്ങൾ എന്നത് പറയാതെ പോവുക വയ്യ.